ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് ജോസഫ്. നമ്മുടെ സ്ഥലം സർവേ ചെയ്യുന്നതിന് വേണ്ടി സർവേയർ വന്നെത്തുമ്പോൾ നമ്മൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെ വരുന്നത് മൂലം പലപ്പോഴും ആ സർവേ കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടാതെ വരാറുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു സർവേയർ നമ്മുടെ സ്ഥലം സർവേ ചെയ്യാനായിട്ട് എത്തുന്നത് പല കാരണങ്ങളാലാകാം. 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ സർവേ വളരെ കാര്യക്ഷമമായിട്ട് നടക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ സ്ഥലം ആദ്യം തന്നെ അതിർത്തി തെളിച്ച് കാടുകളൊക്കെ വെട്ടി സർവേക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ നമ്മൾ ആ ഒരു രീതിയിൽ സജ്ജീകരിച്ചിടേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. കാടും പടലും ഒക്കെ വെട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് സർവേയറുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ ലാൻഡ് റെക്കോർഡ്സുമായിട്ടും സർവ്വസജ്ജനായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 3 ലാൻഡ് റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അത് ഒന്ന് ടാക്സാണ്, കരമടച്ച രസീത്. രണ്ടാമത്തേത് നമ്മുടെ ആധാരത്തിൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥതാ രേഖയുടെ പകർപ്പാണ്. മൂന്നാമത്തേത് FMB ആണ്. FMB എന്ന് പറയുന്ന ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക്, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെയും അനുബന്ധ സ്ഥലങ്ങളുടെയും ഒക്കെ സ്കെച്ച് വില്ലേജ് ഓഫീസിലുണ്ടായിരിക്കും. FMB എന്നാണ് ഇതിന് പറയുന്നത്. ആ FMBയുടെ കോപ്പി വില്ലേജ് ഓഫീസിൽ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നിശ്ചിത ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമുക്കതിൻ്റെ കോപ്പി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 3 രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തർക്കം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ തർക്കം സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും രേഖകളൊക്കെ ലഭ്യമാണെങ്കിൽ അത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു സർക്കാർ സർവേയറാണ് നമ്മുടെ സ്ഥലം സന്ദർശിക്കാൻ അല്ലെങ്കിൽ സർവേ ചെയ്യാനായിട്ട് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോട്ടീസ് അയൽവാസികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സർക്കാർ സർവേയർ, താലൂക്ക് സർവേയർ, റീസർവേ ആയാലും കൊള്ളാം, താലൂക്ക് സർവേ ആയാലും കൊള്ളാം, പൊന്നുമ്പലിക്ക് വേണ്ടിയുള്ള സർവേ ആയാലും കൊള്ളാം, ഒക്കെ സർവേ നടത്തുമ്പോൾ അയൽവാസികൾക്ക് നോട്ടീസ് കൊടുക്കാനായിട്ട് നിയമമുണ്ട്. ആ നിയമം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നാലാമത്തെ കാര്യം, നമ്മൾ ഈ സർവേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, നമ്മുടെ സ്ഥലത്തിന് സമീപം സർക്കാർ മാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റീസർവേയുടെ ഭാഗമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സർവേ കല്ലുകളുടെ സ്ഥാനം എവിടെയാണ്, ആ സർവേ കല്ലുകൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സമീപത്ത് പുറമ്പോക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും നമുക്കുണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഏതെങ്കിലും സർവേ കല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിർത്തി കല്ലുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സർവേയുടെ സമയത്ത് തന്നെ, ആ സർവേയർ പോകുന്നതിന് മുമ്പ് തന്നെ അത് പുനഃസ്ഥാപിച്ചെന്ന് ഉറപ്പ് വരുത്തണം. സർവേ കല്ലുകൾ എപ്രകാരം സ്ഥാപിക്കണമെങ്കിലോ അല്ലെങ്കിൽ തർക്കമുള്ള അതിർത്തിയിൽ വേലിക്കല്ലുകൾ സ്ഥാപിക്കണമെങ്കിലോ ഒക്കെ ആവശ്യത്തിന് സർവേ കല്ലുകൾ വാങ്ങിക്കാൻ കിട്ടും, വേലിക്കല്ലുകളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇവയെല്ലാമായിട്ട് നമ്മൾ സർവ്വസജ്ജരായിട്ട് നിൽക്കേണ്ടതുണ്ട്. സർവേയുടെ സമയത്ത് ഇവയൊന്നും നമ്മൾ തിരിച്ച് സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് സർവേയർ പോയതിന് ശേഷം പിന്നീട് വീണ്ടും അതേ തർക്കം, മുമ്പുണ്ടായിരുന്ന അതേ തർക്കം തന്നെ ഉയരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സർവേയറുടെ സാന്നിധ്യത്തിൽ ഇത് ചെയ്യുന്നതായിരിക്കും അഭിലഷണീയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അതിർത്തി സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് തുടങ്ങി വെക്കുന്നത് നല്ലതാണ്. തർക്കമെല്ലാം തീർന്ന് സർവേയർ അതിർത്തി ചൂണ്ടിക്കാണിച്ചു, നമ്മുടെ അതിർത്തി സ്ഥാപിക്കുകയാണെങ്കിൽ കഴിയുമെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് തന്നെ നിർമ്മിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ ഫെൻസിങ് നടത്താം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ അതിൻ്റെ ഫൗണ്ടേഷനെങ്കിലും, മതിൽ പണിയാനാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനെങ്കിലും നമുക്ക് സ്ഥാപിച്ചിടാം. മതിൽ പണിയാൻ പറ്റുമെങ്കിൽ തുടർന്ന് നമുക്ക് പണിയാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഭാവിയിൽ തർക്കമുണ്ടാകാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലാണത്. അഞ്ചാമത്തെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സർവേ കല്ല് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിർത്തി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം, നമ്മൾ വസ്തു വാങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ വിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉള്ള സർവേ ആണെങ്കിൽ ആ സർവേ നടത്തിയ സ്കെച്ച് 3 കോപ്പി എടുത്ത് നമ്മൾ എഴുത്തുകാരൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെച്ചും ആധാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടും. ആധാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്കെച്ച് രജിസ്റ്റർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിരവധി ഗുണങ്ങളുണ്ട്. ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കുറയും. ആധാരത്തിൽ വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയുടെ നീളവും വീതിയും ഒക്കെ സഹിതം സ്കെച്ച് ലഭ്യമാണെങ്കിൽ ഭാവിയിലെ തർക്കങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. തന്നെയുമല്ല, വില്ലേജ് ഓഫീസിലുമൊക്കെ ഏതെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റിനോ അല്ലെങ്കിൽ ലൊക്കേഷൻ പ്ലാനിനോ ഒക്കെ നമ്മൾ
അപേക്ഷ കൊടുക്കുകയാണ് എങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ആ ആധാരത്തിലെ സ്കെച്ച് നോക്കിയൊക്കെ ഏറെക്കുറെ നന്നായിട്ടത് വരച്ചു തരുവാനായിട്ട് സാധിക്കും. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് വില്ലേജ് ഓഫീസിലെ FMBയിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമുക്കറിയാം, നമ്മൾ ഒരാളുടെ 50 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കും നമ്മൾ മുറിച്ച് വാങ്ങുന്നത്. ഈ 50 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 20 സെൻറ്റ് മുറിച്ച് വാങ്ങുമ്പോൾ 50 സെൻറ്റ് സ്ഥലത്തിൻ്റെ മൊത്തമായിട്ടുള്ള പിക്ചറേ അവിടെ കാണുകയുള്ളൂ. 20 സെൻറ്റ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ പിക്ചർ അവിടെ കാണുകയില്ല, മാപ്പ് അവിടെ കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരമടച്ച രസീത്, ആധാരത്തിൻ്റെ കോപ്പി, നമ്മുടെ കൈവശ സ്കെച്ച് ഉണ്ടെങ്കിൽ ഈ 20 സെൻറ്റിൻ്റെ സ്കെച്ച് ഉണ്ടെങ്കിൽ അത് സഹിതം ഫോം നമ്പർ 8 താലൂക്ക് ഓഫീസിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർവേയറെ ഭൂരേഖ തഹസിൽദാർ സർവേയറെ വിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് തയ്യാറാക്കി അത് FMBയുടെ ഭാഗമാക്കി മാറ്റും. ഇപ്രകാരം മാറ്റിയേ കഴിഞ്ഞാൽ ഫോം നമ്പർ 8 അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ സബ് ഡിവിഷൻ സ്കെച്ച് വാങ്ങി വെക്കുവാനായിട്ട് നമ്മൾ മറക്കരുത്. നമ്മുടെ രേഖകളുടെ ഭാഗമായിട്ട് വാങ്ങി അത് വെക്കണം. അതിന് നിശ്ചിത ഫീസ് അടച്ചാൽ മതി. പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങളുടെയൊക്കെ വീഡിയോ, സർവേയർ വന്നെത്തുമ്പോഴുള്ള നടപടിക്രമങ്ങളുടെയൊക്കെ വീഡിയോ, പ്രത്യേകിച്ച് സർക്കാർ സർവേയർ ആണെങ്കിൽ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സർവേയെ തടസ്സപ്പെടുത്തുവാൻ ആരെങ്കിലും ശ്രമിക്കുകയാണ് എങ്കിൽ അതിൻ്റെ വീഡിയോ ലഭിക്കുക, അത് വലിയൊരു തെളിവാണ്. അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഒരു സർവേയറെ ആരെങ്കിലും തടസ്സപ്പെടുത്തുന്നതിൻ്റെ തെളിവായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ ഭാവിയിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റധികാരികളുടെ മുന്നിലോ ഒക്കെ പരാതി നൽകുമ്പോൾ നമുക്കിത് തെളിവായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. 10ാമത്തെ കാര്യം, നമ്മൾക്ക് ഭാഗ ഉടമ്പടി പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ ഭൂമി കിട്ടുമ്പോൾ തന്നെ അതിർത്തി സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ വിറ്റയാളും വാങ്ങിയയാളും തമ്മിലായാലും കൊള്ളാം, സഹോദരങ്ങൾ തമ്മിലായാലും കൊള്ളാം, നല്ല സ്നേഹബന്ധമായിരിക്കും. എന്തിനാണ് അതിർത്തി സ്ഥാപിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഭാവിയിൽ തർക്കങ്ങളൊന്നും വരികയില്ല എന്ന് മുൻകൂട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുൻവിധിയോടുകൂടി പ്രശ്നങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല കാര്യങ്ങൾ എപ്പോഴാണ് വഷളാവുന്നതെന്ന്. അപ്പോൾ നമ്മൾ ജാഗ്രത വേണം. ഒരു വസ്തു നമ്മുടെ കൈവശം വന്നു ചേരുമ്പോൾ തന്നെ അതിർത്തി ഇട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളിടാത്ത അതിർത്തി മറ്റുള്ളവർ, അത് വില്ലേജ് ഓഫീസറാണെങ്കിലും തഹസിൽദാരായാലും ഇട്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ സർവേ വളരെ കാര്യക്ഷമമായിട്ട് നടത്തുവാനും അതിൻ്റെ പരമാവധി പ്രയോജനം നമുക്ക് നേടുവാനും കഴിയും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.